ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. നമ്മുടെ മുടി ഭംഗിയായും ആരോഗ്യത്തോടും ഇരിക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പണനഷ്ടം, അതേപോലെ തന്നെ നമുക്ക് സമയം, എത്ര സമയം വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്, അതിൻ്റെ ഒരു സമയം ഉണ്ടാവണം. അതേപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ടെൻഷനും നമ്മുടെ മനസ്സിൽ കാണും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് തരത്തിലുള്ള ഹെയർ മാസ്കുകളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊക്കെ തരം മുടിക്ക് എന്തൊക്കെ തരം ഹെയർ മാസ്കുകൾ ഉപയോഗിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പണനഷ്ടം ഒഴിവാക്കാം, സമയം നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് ചെയ്യാം. മാത്രവുമല്ല കെമിക്കൽസ് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു തരത്തിലുള്ള മുടിക്ക് പറ്റിയ തരത്തിലുള്ള ഹെയർ മാസ്കുകളാണ് പറയുന്നത്. നിങ്ങളുടെ മുടി ഏത് തരത്തിലാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഹെയർ മാസ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് വരണ്ടതായിട്ടുള്ള നല്ല വരണ്ട മുടിയും അതേപോലെ തന്നെ മുടി അറ്റം പൊട്ടുന്നതായിട്ടുള്ള വരണ്ട മുടികൾക്ക് വേണ്ടുന്ന 2 തരത്തിലുള്ള മാസ്ക് പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അവസാനമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പൊ ആദ്യത്തെ വരണ്ട മുടി അറ്റം പുലർന്ന തരത്തിലുള്ള ആണെങ്കിൽ നമുക്ക് അവക്കാഡോ, എല്ലാവർക്കും അറിയുന്നതാണ് അവക്കാഡോ എന്നുള്ളത്. അവക്കാഡോ നല്ല പഴുത്ത അവക്കാഡോയുടെ പൾപ്പ് എടുത്തിട്ട് അത് 2 ടേബിൾ സ്പൂൺ, അതിൻ്റെ കൂടെ ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട്, അതായത് നമ്മുടെ തലയോട്ടിയിലോട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഇത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ സ്പൂൺ തേനിലേക്ക് 1 ടേബിൾ സ്പൂൺ മതി, അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടുമാണ് വരണ്ട മുടിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് പറയാണ് മുടിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, പക്ഷെ മുടി വളരുന്നില്ല, വേഗത്തിൽ വളരുന്നില്ല എന്നുള്ള കണ്ടീഷൻ. ഞാൻ ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. നമ്മുടെ ക്യൂട്ടിക്കിളിനോ ഹെയർ ഫോളിക്കിളിനോ ഒക്കെ സ്റ്റക്കായിട്ട് ഇങ്ങനെ മുടി വളരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസസിന് നമുക്ക് ചെയ്യാവുന്നത് 1 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളയിലോട്ട് 2 ടേബിൾ സ്പൂൺ അവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ വാങ്ങാനും കിട്ടും. അവണക്കെണ്ണ എന്ന് പറയുന്നത് അത് രണ്ടും കൂടി നല്ലോണം ചേർത്തിട്ട്, ഇത്തിരി സ്റ്റിക്കി ആയിട്ടുള്ളതാണ്, പക്ഷെ ഈ മുട്ടയുടെ വെള്ളം കൂടെ ചേർത്തിട്ട് കുഴമ്പാക്കിയിട്ട് അത് തലയോട്ടിയിലോട്ട് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ അലോവേറയുടെ ജെല്ല്, അതിൻ്റെ പുറത്തെ ആ ഒരു എന്താ പറയുന്നത്, ഒരു വെള്ള കളറിലുള്ള ആ ഒരു കറ എടുക്കരുത്, അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പൾപ്പ് 2 ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും, അതായത് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അത് സ്കാൽപ്പിൽ പറ്റാവുന്നതാണ്. മുടി വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 തരത്തിലുള്ള മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതുമല്ല, നമ്മുടെ മുടി നല്ല എണ്ണമെഴുക്കുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മുടിയാണെങ്കിൽ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ തേനും, വേണമെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും വേണം. അതായത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയിലോട്ട് 2 ടേബിൾ സ്പൂൺ തേന്. ഇനി ഇത് കിട്ടാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ട് ആണെങ്കിലും മതി. യോഗട്ട് എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈര്. ഈ പുളിയില്ലാത്ത തൈരാണെങ്കിലും നമുക്ക് ഇതിലോട്ട് ഉപയോഗിച്ചിട്ട് അത് നല്ല കുഴമ്പാക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. ഇത് നാരങ്ങനീര് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗട്ട് ആണെങ്കിൽ യോഗട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മുടി, അതായത് ഭയങ്കര എണ്ണമെഴുക്കുള്ള ആ സ്റ്റിക്കി ആയിട്ടുള്ള മുടി ഒന്ന് കുറഞ്ഞിട്ട് ഒന്നും കൂടി ഷൈനിങ് ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഫ്രിസി ആയിട്ടുള്ള, അതായത് മുടി ഭയങ്കരമായിട്ട് കെട്ടുപിടിക്കുന്ന, പെട്ടെന്ന് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പഴുത്ത ഏത്തപ്പഴം അത് നല്ലപോലെ കുഴമ്പാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ തേന് 2 ടേബിൾ സ്പൂൺ എടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവക്കാഡോ തന്നെ, നല്ല പഴുത്ത അവക്കാഡോയും കുറച്ച് യോഗട്ടും, അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം, താരനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ താരൻ കളയാൻ വേണ്ടിയിട്ട് ടീ ട്രീ ഓയിൽ, അതായത് അതൊരു കുറ്റിച്ചെടിയിൽ നിന്ന് ഉണ്ടാകുന്ന ടീ ട്രീ, നമ്മുടെ
ഒരു എണ്ണയാണ്. അത് സാധാരണ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നതാണ് ടീ ട്രീ ഓയിൽ. അപ്പം അത് ഒരു ചെറിയ കുപ്പി വാങ്ങിയിട്ട് അതിന് 2 തുള്ളി ടീ ട്രീ ഓയിലും പിന്നെ ബാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടി ചേർത്തിട്ട്, വെളിച്ചെണ്ണയും ടീ ട്രീ ഓയിലും ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് തലയുടെ ഓട്ടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവ തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് അത് നല്ലപോലെ അരച്ച് അതൊരു മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് നമ്മുടെ യോഗട്ടും കുറച്ച് പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ യോഗട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇതാണ് നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കുന്ന രീതികൾ. പലതരം മുടികൾക്ക് പലതരം സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് പ്രത്യേകിച്ചും ഹണിക്കും അതേപോലെ എന്താ പറയുന്നത് സൂത്തനിങ് എഫക്റ്റ് ആണ്. അതായത് വളരെ ഷൈനിങ് ആയിട്ട് പിന്നെ സൂത്തനിങ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഈ കെമിക്കൽസ് വെച്ച് ഇത്രയും മുടി ഷൈനിങ് ആക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ്, മുടിയുടെ ഓരോ ഇഴയ്ക്കും അതിനാവശ്യമായ ഹൈഡ്രേഷൻ വേണം, വെള്ളം ആവശ്യമുണ്ട്. ഇതെല്ലാം ഇതിൽ തങ്ങി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ഹൈഡ്രേഷൻ, അതിന്റെ വെള്ളത്തിന്റെ കണ്ടന്റ്, മുടിയുടെ ഇഴകളുടെ വെള്ളത്തിന്റെ കണ്ടന്റ് പോകുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ പുറത്തുനിന്നുള്ള, അതായത് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളാകുമ്പോൾ ആ കെമിക്കലിന്റെ എഫക്റ്റ് കൊണ്ട് അതിന്റെ ഹൈഡ്രേഷൻ കുറയുന്നു, മോയ്സ്ചർ കുറയുന്നു, മുടി പെട്ടെന്ന് ഡ്രൈ ആവുകയും പൊട്ടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഷൈനിങ് ആക്കാനും അതേപോലെ തന്നെ മുടിക്ക് ഇപ്പം മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മെയിനായിട്ട് എല്ലാ മിനറൽസും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ടീ ട്രീ ഓയിൽ വളരെ നല്ലതാണ്. അതിലും ഇതേപോലെ തന്നെ ഹൈഡ്രേഷൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. നാരങ്ങനീര് പോകുമ്പം, നാരങ്ങനീരാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് മറ്റേ എന്താ പറയുന്നത് നമ്മുടെ താരന്റെ ആ പാളിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു പോരുന്ന കാണാം. ഇത് തേച്ചതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യണം. അത് സർക്കുലർ മോഷൻ, ഈ 3 വിരൽ കൊണ്ട് സർക്കുലർ മോഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള പൊടിയൊക്കെ നല്ലപോലെ ഇങ്ങനെ വിട്ടുപോരുന്ന കാണാം. അത് നമ്മുടെ മുഖത്താവാതെ, മുഖത്ത് വീണാൽ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. മുഖത്ത് വീഴാതെ ആ പൊടി കളഞ്ഞിട്ട് നല്ലോണം ഇടയടുപ്പുള്ള ചീപ്പ് വെച്ച് ചീവി കളഞ്ഞിട്ട് വേണം നിങ്ങളത് ആ ഒരു കുളിക്കാനായിട്ട്, അല്ലെങ്കിൽ ആദ്യമേ ചീവിയിട്ട് ഇത് തേച്ചിട്ടിട്ട് സ്കാൽപ്പിൽ വെക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ മുടി സംരക്ഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇത് എങ്ങനെ ചെയ്യണം, ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഫിനിഷ് ചെയ്യാം. അതായത് എന്താന്ന് വെച്ചാൽ ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അതിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടി വകഞ്ഞിട്ട് നമ്മളതിനെ എന്താ പറയുന്നത് വകഞ്ഞ് ഭാഗമാക്കിയിട്ട് ഓരോ വര നമുക്ക് കിട്ടും. ഒരു ഭാഗം വകയുമ്പോൾ ആ ഭാഗത്തു നിന്ന് ഒരു വര നമുക്ക് സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിലിങ്ങനെ നമ്മുടെ ഈ 3 വിരലുകൊണ്ട് ഇങ്ങനെ ഈ ഒരു നമ്മുടെ മിക്സ്ചർ തലയിലോട്ട് ഇങ്ങനെ പതുക്കെ ആ ഒരു വരയിലോട്ട് തേച്ച് ഇവിടം വരെ മുമ്പിൽ നിന്ന് എടുത്തിട്ട് അറ്റം വരെ, നമ്മുടെ ഓക്സിപ്പിറ്റ് വരെ, അതായത് നമ്മുടെ കഴുത്ത് ഭാഗം വരെ ആ വര ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് തേച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും അടുത്ത പാർട്ടീഷൻ എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ ഈ ഒരു 3 വിരലുകൊണ്ട് ഇങ്ങനെ തേച്ച് നമ്മുടെ കഴുത്ത് ഭാഗം വരെ ആ ഒരു വര തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് മുഴുവൻ അവസാനം വരെ ഈ ഭാഗം വരെ ഇങ്ങനെ വകഞ്ഞ് വേണം ഇത് സ്കാൽപ്പിലോട്ട് തേക്കാൻ. അല്ല ചുമ്മാ അങ്ങോട്ട് നമ്മൾ ഷാമ്പു ഇടുന്ന പോലെ മുഴുവനായിട്ട് ചെയ്യാതെ അത് ഓരോന്നും വകഞ്ഞ് അതിന്റെ ഇടഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് വേണം അറ്റം വരെ ചെയ്യാനായിട്ട്. അപ്പൊ അത് ശരിക്കും നല്ലപോലെ മുടിയിലോട്ട് പിടിച്ചു. പിന്നെ ഓവറോൾ ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഓവറോൾ ആയിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന പോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷവർ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ ക്ലിങ് ഫിലിം പോലെ ഇരിക്കും. അപ്പൊ ആ ഒരു ഷവർ ക്യാപ്പ് നല്ലപോലെ തലയിൽ ഇട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ ഇപ്പൊ ഈ ചെയ്ത കാര്യങ്ങൾ സർക്കുലേഷൻ കൂട്ടാനും, ഇങ്ങനെ മസാജ് ചെയ്യുന്നത് സർക്കുലേഷൻ കൂട്ടാനും, അത് കഴിഞ്ഞ് പിന്നെ അത് അബ്സോർബ് ചെയ്യാനും, അത് നമ്മുടെ സ്കാൽപ്പിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള സമയമാണ്. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലൂക്ക് വാം വാട്ടറിൽ ചെറിയൊരു
ചെറിയ ചൂടുള്ളൊരു വാട്ടറിൽ നല്ലപോലെ കഴുകി കളയാവുന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം ഒരു ചെറിയ റെഗുലർ ഷാമ്പു അത് നമുക്ക് സാധാരണ പോലെ അത് കഴുകി കളയാവുന്നതാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇടുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കി ഇടുന്നതിന് മുമ്പ് നിർബന്ധമായും തല നല്ലപോലെ റെഗുലർ ഷാമ്പു വെച്ചിട്ട് കുളിച്ച് മുടി നല്ലോണം കഴുകി കുളിച്ച് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഷാമ്പു നമ്മുടെ ഈ ഒരു മിക്സ്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സ് നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അത് മറന്നു പോകാതിരിക്കുക. നല്ല വൃത്തിയായിട്ടുള്ള ഉണങ്ങിയ ഹെയറിലാണ് നമ്മുടെ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ കൈ കൊണ്ടുള്ള ഒരു സർക്കുലർ മോഷൻ ചെയ്യാൻ മറന്നു പോകരുത്. അത് ചെയ്താൽ മാത്രമേ നമ്മുടെ സർക്കുലേഷൻ കൂടുകയും അതേപോലെ തന്നെ മുടി നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി ഇത് എത്ര പ്രാവശ്യം ചെയ്യണം? ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്ക് 1 മുതൽ 2 പ്രാവശ്യം വരെ ചെയ്യാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത്രയും നേരെ എടുത്തൊന്നും ചെയ്യേണ്ട. ഒരു ശനി ഞായർ ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ മുടിയിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഏത് മുടിയാണെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് വരണ്ട മുടിയാണോ അല്ലെങ്കിൽ ഇത്തിരി ഒട്ടിക്കിടക്കുന്ന ഇങ്ങനെ ഇതായിട്ടുള്ള ഏത് മുടിയാണോ എന്ന് ശ്രദ്ധിച്ച് ഇപ്പം ഈ പറഞ്ഞതുപോലെ നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പോയി ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം, സമയം നഷ്ടപ്പെടുത്താതിരിക്കാം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, കെമിക്കൽസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.